കാളി. അവൻ പറഞ്ഞു അകത്ത് ദാസൻ. അങ്ങനെയാണ് രുദ്രൻ കാളിദാസനായി മാറിയത്. കാളിദാസ, നിനക്ക് എന്ത് വേണം? കാളിദാസൻ പറഞ്ഞു, എനിക്ക് വിദ്യ വേണം. നീ ആ താക്കോൽ താഴത്തിനോട് നാക്ക് നീട്ടാൻ പറഞ്ഞു. നാക്ക് നീട്ടി. ആ നാക്കിൽ കാളി ഭഗവതി എഴുതി, ഹരി ശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു. നിങ്ങൾ ഞാനും ആദ്യാക്ഷരം കുറിക്കാൻ നേരം ഗുരു നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ച എന്താണ്? ഹരി ശ്രീ ഗണപതായേ നമ. കാരണം ഗണപതി വിഘ്നേശ്വരനാണ്. ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും ഒരു വിഘ്നം ഉണ്ടാവരുത്. അതാണ് എഴുതുന്നത് ഹരിശ്രീ ഗണപതി. അത് കാളിദാസൻ്റെ നാക്കിലേക്ക് കാളി ഭഗവതി എഴുതാണ്. അതെഴുതി കഴിഞ്ഞാൽ കാളിദാസന് പോയെങ്കിൽ അറിവായി. കാളിദാസൻ്റെ വീട്ടിൽ വന്നു. അയാളുടെ അറിവും കൂടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. സ്ത്രീ അമ്പരന്ന് പോയി. സ്ത്രീ പറഞ്ഞു, അസ്ഥി കജി ദ്വാഗ്ലാസ. ഹോ, എന്തൊരു അറിവാടായ മനുഷ്യൻ, എന്തൊരു വാക്ചാതുര്യം. കാളിദാസൻ നീ എന്നോട് ബന്ധമൊന്നുമല്ല, നീ എന്നെ അടിച്ചിറക്കി വിട്ടാ. പക്ഷെ നീ പറഞ്ഞ 3 വാക്കുണ്ടല്ലോ, അത് വെച്ച് ഞാൻ 3 മഹാകവി എഴുതാൻ പോവാണ്. അദ്ദേഹം ആദ്യം കുമാരസംഭവം എഴുതി. എങ്ങനെയാണ് തുടങ്ങിയത്? അസ്തുസ്തരസ്യാം ദിശി ദേവതാത്മ. അസ്ഥി ഭാര്യ പറഞ്ഞ വാക്ക് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. രണ്ടാമത് മേഘസന്ദേശം എഴുതി. തുടങ്ങുന്നത് എങ്ങനെയാണ്? കജ്ജിത് എന്ന് തുടങ്ങി. മൂന്നാമതാണ് രഘുവംശം എഴുതുന്നത്. ശ്രീരാമചന്ദ്രന് മുമ്പുള്ള 3 പൂർവികർ, ശ്രീരാമചന്ദ്രൻ കഴിഞ്ഞുള്ള 3 പിൻഗാമികൾ, കാളിദാസൻ. 7 രാജാക്കന്മാരുടെ ചരിത്രം എഴുതുന്നു രഘുവംശം. തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? വാഗുലാസ വാണി ഗണപതി. ഭാര്യ പറഞ്ഞ 3 വാക്കിൽ നിന്ന് 3 മഹാകവി എഴുതി. അപ്പോൾ കാളീക്ഷേത്രത്തിൽ വിദ്യ തുടങ്ങിയാൽ വലിയ അനുഗ്രഹമാണ്. പഴശ്ശിരാജ കുടുംബത്തിലെ എല്ലാ കുട്ടികളും എഴുത്തിനിരുത്തിയത് ഈ മൃദംഗശൈല ക്ഷേത്രത്തിലാണ്. ഈ ദേശത്തുള്ള കോഴിക്കോട് തൊട്ട് വയനാട് തൊട്ടുള്ള കുട്ടികളെ മൃദംഗശൈല ക്ഷേത്രത്തിൽ കൊണ്ടുവരും. എന്തിനാണ്? മൃദംഗശൈല ക്ഷേത്രത്തിൽ വെച്ച് ആദ്യാക്ഷരം കുറിച്ചാൽ ആ കുട്ടി അറിവുള്ള കുട്ടിയായിരിക്കും, വലിയ വലിയ ഡിഗ്രി എഴുതുന്ന കുട്ടിയായിരിക്കും. അതാണ് കാളി ഭഗവതിയുടെ കഴുത്തിൽ ഈ തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. കാളിഭഗവതി എന്തിനാണ് ഈ വിരൽ മുറിച്ച് അരിഞ്ഞാനായിട്ട് നടക്കുന്നത്? വേറെ എന്തെല്ലാം സാധനം കൊണ്ട് അരിഞ്ഞാണം ഉണ്ടാക്കാൻ? കാരണം എഴുതാനുള്ള കഴിവ് കാളി ഭഗവതിയുടേതാണ്. കാളിദാസൻ്റെ കാലത്ത് രാജാക്കന്മാർക്ക് സമസ്യ എന്നൊരു സാധനമുണ്ട്. ലാസ്റ്റ് വരെ ഇട്ട് കൊടുക്കും. ആദ്യത്തെ 3 വരെ എഴുതണം.